ഓരോ ധ്യാനത്തിനെയും പ്രത്യേകത എന്താണെന്നറിയും? ഓരോ ധ്യാനത്തിനും നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എങ്ങനെയാ? ആരൊക്കെ ധ്യാനത്തിലുണ്ടാവുക? ഒന്ന്, ധ്യാനിപ്പിക്കുന്ന അച്ഛനുണ്ടാവും, നമുക്കറിയാം. രണ്ട്, ധ്യാനം കേൾക്കുന്ന വ്യക്തികളുണ്ടാവും. എന്നാൽ മൂന്നാമതൊരു കൂട്ടരും കൂടെയുണ്ട്. നമുക്ക് വേണ്ടി ഏതെങ്കിലും ആശ്രമങ്ങളിലിരുന്ന്, മിണ്ടാമടങ്ങളിലിരുന്ന് നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പറ്റം വൈദികരുണ്ട്, സന്യസ്തരുണ്ട്, ശുശ്രൂഷകരായ വ്യക്തികളുണ്ട്. ഞാൻ മിണ്ടാമിടങ്ങളൊക്കെ സന്ദർശിക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന കാര്യം എന്താണെന്നറിയൂ? അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്തെന്നില്ലാത്ത രീതിയിൽ ലോകവുമായി ബന്ധമില്ലാതെ അവർ അവിടെ ആയിരുന്ന് ദൈവത്തോട് നമുക്ക് വേണ്ടി മുട്ടുമേൽ നിന്നുകൊണ്ട് ത്യാഗങ്ങൾ എടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. മിണ്ടാമടത്തിൽ ചെന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും മിണ്ടാമടത്തിൽ ചെന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് അവരെ കാണാനൊന്നും സാധിക്കുകയില്ല. ഇതാ ഗ്ലാസ് ചായ കൊണ്ട് വെച്ചിരിക്കുന്നു, എന്നിട്ടിങ്ങനെ കറക്കും, നമ്മുടെ അടുത്ത് കുടിക്കും. അത്രയേ അവരുമായിട്ട് ബന്ധമുള്ളൂ. ലോകവുമായി ബന്ധമില്ലാതെ ഇവരൊക്കെ നമുക്ക് വേണ്ടി, നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ധ്യാനവും സഭാത്മകമായിട്ടുള്ളതാണ്. നാലാമത്, ഓരോ ധ്യാനത്തിന് പങ്കെടുക്കുമ്പോൾ തിരിച്ചറിഞ്ഞു, പരിശുദ്ധാത്മാവാണ് ഓരോ ധ്യാനങ്ങളെയും നയിക്കുന്നത്. ഓരോ ധ്യാനത്തിലും നമുക്കറിയാം, ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മാറ്റമുണ്ടാക്കി തരുന്ന പരിശുദ്ധാത്മാവ, പുതിയ ബോധ്യങ്ങൾ നമുക്ക് തരുന്ന ദൈവത്തിന് പരിശുദ്ധാത്മാവ, മാനസാന്തരം നമ്മുടെ ഉള്ളിലേക്ക് വെച്ച് തരുന്നത് പരിശുദ്ധാത്മാവ. അപ്പൊ ധ്യാനത്തിൽ ധ്യാനിപ്പിക്കുന്ന ആളുണ്ട്, ധ്യാനത്തിൽ പങ്കെടുക്കുന്ന നമ്മളുണ്ട്. മൂന്നാമത് നമ്മൾ കണ്ടു, സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. 4 പരിശുദ്ധാത്മാവുണ്ട്. അഞ്ചാമത് ഒരു കൂട്ടരും കൂടി ഈ ധ്യാനത്തിലുണ്ടാവും. അഞ്ചാമത് ആരാ ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ ഉണ്ടാവുക? പിശാചും ധ്യാനത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ധ്യാനത്തിനിടയിൽ നമുക്ക് വേണ്ടാത്ത രീതിയിൽ ചിന്തകൾ തരും, ഡിസ്റ്റർബൻസ് തരും, നമുക്ക് TV ഓഫ് ചെയ്യാൻ തോന്നുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പിശാച് നമ്മുടെ ഉള്ളിൽ വെച്ച് തരും. ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇതൊന്നും കാണണ്ട, വേറെ വല്ലതും കണ്ടാൽ മതി, ഇങ്ങനെയുള്ള ചിന്ത നമുക്ക് തരുന്ന പിശാച. അതുകൊണ്ട് തന്നെ വചനം കേൾക്കുക, ഓരോ മക്കളും തിരിച്ചറിയുക, പരിശുദ്ധാത്മാവാണ് ധ്യാനത്തെ നയിക്കുന്നത്. ഓരോ ധ്യാനവും തടസ്സപ്പെടുത്തുവാൻ വേണ്ടി പിശാചും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഈ 3 ദിവസം നമ്മുടെ ഈ വാർഷിക ധ്യാനം ഏറ്റവും അനുഗ്രഹീതമായി തീരാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകത്തോടുകൂടെ ശുശ്രൂഷയെ നയിക്കുവാൻ വേണ്ടി, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ബഹുമാനപ്പെട്ട കാരാടച്ചൻ ഈ ദിവസങ്ങളിൽ നമ്മുടെ ദൈവവചനം പ്രഘോഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട കാരാടച്ചന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഈ 3 ദിവസങ്ങളിൽ ശുശ്രൂഷ ചെയ്യാനുള്ള കൃപാവരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. നീ ചോദിക്കട്ടെ, എപ്പോഴാ ധ്യാനം? ഇന്ന് രാത്രി, ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ രാത്രി 9 മണി മുതൽ 10:30 വരെയാണ് ഈ ധ്യാനം. ദീപികാട് സൗഖ്യ ആരാധനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ വാർഷിക ധ്യാനമാണ് ഈ ധ്യാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരുവചന സന്ദേശത്തിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ്. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 12-ാം അധ്യായം 15-ാം തിരുവചനം നമുക്ക് ശ്രവിക്കാം. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. കണ്ടോ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുകയാണ്. ദൈവകൃപ ആർക്കും നഷ്ടമാകാതിരിക്കുവാൻ വേണ്ടി സൂക്ഷിക്കുവിൻ. വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ വേണ്ടി സൂക്ഷിക്കുവിൻ. വിദ്വേഷത്തിന്റെ വേരുകൾ എപ്പോഴും അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമുക്കറിയാം, ചില ബിൽഡിങ്സിന്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ വേരുകൾ കാണാൻ സാധിക്കും, ആലുകിളിർത്ത് വരുന്നത് കാണാൻ സാധിക്കും. എന്നാൽ നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുക? ഈ ആല് പറിച്ചു കളയാൻ നോക്കും. നമ്മളിത് എങ്ങനെയെങ്കിലും പറിച്ചു കളയും. ഈ പറിച്ചു കളഞ്ഞു കഴിയുമ്പോൾ അടുത്ത പ്രശ്നം എന്താ ഉണ്ടാവുന്നത്? വീണ്ടും അതിന് പറ്റിയ അനുകൂലമായ കാലാവസ്ഥ വരുമ്പോൾ, വീണ്ടും മഴയൊക്കെ പെയ്തു കഴിയുമ്പോൾ ഈ ആല് വീണ്ടും അവിടുന്ന് കിളിർത്ത് വന്നുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ്? നമ്മൾ പറിച്ചു കളയുന്നുണ്ട്. പറിച്ചു കളയുമ്പോഴും അതിന്റെ വേരിന്റെ ഒരംശം അവിടെ ഇരുന്നാൽ മതി, വീണ്ടും ആ ബിൽഡിങ്ങിനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്, ആ ബിൽഡിങ്ങിനെ ക്ഷയം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിൽ ആത്മീയ ജീവിതത്തിൽ ആത്മീയ പിതാക്കന്മാർ നമുക്ക് തരും ദർശനം ഇങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പലപ്പോഴും കുമ്പസാരക്കൂട്ടിലേക്ക് കടന്നു ചെല്ലാറുണ്ട്. കുമ്പസാരക്കൂട്ടിൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നുണ്ട്. എന്താണ് പാപങ്ങൾ ഏറ്റുപറയുന്നത്?
പാപമരത്തിന്റെ കൊമ്പുകളാണ് പലപ്പോഴും നമ്മൾ വെട്ടി കളയുന്നത്. എന്നാൽ പാപമരത്തിന്റെ കൊമ്പുകൾ വെട്ടിക്കളയുമ്പോഴും അതിന്റെ അടിയിലേക്ക് ആ പാപമരത്തിന്റെ വേരുകളുണ്ട്. ആ വേരുകൾ പിഴുത് കളഞ്ഞില്ലെങ്കിൽ വീണ്ടും ഓരോ മക്കളും ചെയ്ത പാപം തന്നെ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ. വീണ്ടും നിയമാവർത്തന പുസ്തകം 29-ാം അധ്യായം 18b മുതലുള്ള തിരുവചനങ്ങൾ നമുക്ക് ശ്രവിക്കാം. അവരുടെ ദേവന്മാരെ സേവിക്കാനായി നമ്മുടെ ദൈവമായ കർത്താവിൽ നിന്നും ഇന്ന് തന്റെ ഹൃദയത്തെ അകറ്റുന്ന പുരുഷനോ സ്ത്രീയോ കുടുംബമോ ഗോത്രമോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കരുത്. കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിന്റെ വേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പറയുക, കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിന്റെ വേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവരുത്. കയ്പുള്ള വിഷഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപമരത്തിന്റെ വേരുകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകരുത്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഉള്ളിൽ കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന ഈ മരത്തിന്റെ വേര് നമ്മുടെ ഉള്ളിലുണ്ടോ, എന്റെ ഹൃദയത്തിലുണ്ടോ? ഇതിന്റെ വേരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് പറിച്ചു കളയണം. മാനസാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ പറയും കുമ്പസാരിച്ചു. ഓരോ ധ്യാനങ്ങൾ കഴിയുമ്പോൾ നമ്മൾ കുമ്പസാരിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ പാപമരത്തിന്റെ കൊമ്പുകൾ ഇങ്ങനെ വെട്ടി കളയുകയാണോ? അനുകൂലമായ സാഹചര്യം വരുമ്പോൾ വീണ്ടും നമ്മുടെ പാപമരം കിളിർത്ത് കൂടുതൽ ശക്തമായിട്ട് വരികയാണ്. മാനസാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാപമരത്തിന്റെ കൊമ്പുകൾ വെട്ടിക്കളയലല്ല, മറിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം പുതിയ സൃഷ്ടിയായി തീരുക എന്നതാണ് മാനസാന്തരം. ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. കൊരിന്തോസുകാർക്കെഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 17-ാം തിരുവചനം ശ്രവിക്കാം. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാ. നമ്മൾ നോക്കിക്കോ, പഴയൊരു ജീവിതം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുക. നമ്മൾ പലപ്പോഴും എന്താ ചെയ്തിരിക്കുന്നത്? പാപമരത്തിന്റെ കൊമ്പുകൾ വെട്ടി കളഞ്ഞു. വീണ്ടും ആ പാപം തന്നെ ഞാൻ ചെയ്യുക. വീണ്ടും കുമ്പസാരക്കൂട്ടിലേക്ക് ചെല്ലുന്നു. ചെയ്ത പാപം തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക. എന്നാൽ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കടന്നുപോയി, പുതിയ വന്നു കഴിഞ്ഞു. ഈ 3 ദിവസം നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന യേശുവിന്റെ ഈ തിരുരക്തത്തിന്റെ തിരുമൊഴികളുടെ ധ്യാനം നമ്മെ ഓർമ്മിപ്പിക്കുക, നിന്നെ പുതിയ സൃഷ്ടിയാക്കുക എന്നുള്ളതാണ് ഈ വാർഷിക ധ്യാനത്തിലൂടെ നമ്മയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഫെസോസുകാർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ ശ്രവിക്കാം. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിവിൻ. നിങ്ങളുടെ മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ പാപത്തിന്റെ വേര് കിടക്കുന്ന വളക്കൂറുള്ള മണ്ണ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹൃദയ. ഈ ഹൃദയത്തിന്റെ അകത്താണ് നമ്മൾ നോക്കണം. പ്രലോഭനം വരുന്നത് പുറമേ നിന്നല്ല, എന്റെ ഹൃദയത്തിൽ നിന്നാ. മദ്യപിക്കാനുള്ള പ്രലോഭനം വരുന്നത് അവിടെ മദ്യപത്തിന്റെ കുപ്പികൾ കണ്ടതുകൊണ്ടല്ല, ചാരായ ഷാപ്പിന്റെ ബോർഡ് കണ്ടതല്ല, ബാറ് കണ്ടതുകൊണ്ടല്ല, എനിക്ക് പുറമേ നിന്നല്ല. ഈ പ്രലോഭനങ്ങളെല്ലാം കടന്നു വരുന്നത്, ഓരോ പ്രലോഭനവും നമുക്ക് കടന്നു വരുന്ന എവിടെ നിന്നാ? നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ നിന്ന. ഈ ഹൃദയത്തിൽ ആ പാപമരത്തിന്റെ വേര് കിടക്കുന്നതുകൊണ്ട് എനിക്ക് ആ പാപം ചെയ്യാനുള്ള പ്രേരണയുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു പഴയ ജീവിതമുണ്ട്, ഒരു പഴയ ജീവിതമുണ്ട്. ആ പഴയ ജീവിത രീതിയിൽ രൂപം കൊണ്ട ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യൻ നീ ദൂരെയറിയുവൻ. മനസ്സിന്റെ ചൈതന്യം വഴി നിങ്ങൾ നവീകരിക്കപ്പെടട്ടെ. 3 ദിവസത്തെ ഈ ധ്യാനം
ഓരോ മക്കളും നമ്മുടെ പ്രിയപ്പെട്ടവരെ അറിയിക്കണം, വിദൂരങ്ങളുള്ള വ്യക്തികളെ അറിയിക്കണം. ഇന്ന് രാത്രി 9 മണി മുതൽ ഷെക്കേന ടെലിവിഷനിൽ ബഹുമാനപ്പെട്ട കാലടച്ച് നടത്തുന്ന ഈ യേശുവിന്റെ തിരുമൊഴികളുടെ ഈ ധ്യാനമുണ്ട്. ഇത് നമ്മുടെ പഴയ ജീവിത രീതിയിൽ രൂപം കൊണ്ട ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യരെ ദൂരെറിയുന്നതാണ് എന്നുള്ള ബോധ്യം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കണം. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബ് ശ്രീ എഴുതിയ ലേഖനം 1-ാം അധ്യായം 14-15 തിരുവചനങ്ങൾ നമുക്ക് ശ്രവിക്കാം. യാക്കോബ് ശ്രീ എഴുതിയ ലേഖനം 1-ാം അധ്യായം 14-15 തിരുവചനങ്ങൾ. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. തുടർന്ന് ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്ന സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നത്? ആ വ്യക്തി എനിക്ക് പ്രലോഭനം തന്നു, ഈ വ്യക്തി എനിക്ക് പ്രലോഭനം തന്നു, അവരെനിക്ക് പ്രലോഭനം തന്നു, അങ്ങനെ എനിക്കൊരു സാഹചര്യം ഒരുക്കി തന്നു, അങ്ങനെ അവരെ ഇവരെയൊക്കെയാ നമ്മൾ പഴിചാരിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ പാപം ചെയ്യാൻ കാരണം എന്താ? ഞാൻ ഈ പാപം ചെയ്യാൻ കാരണം എന്താ? എന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ദുർമോഹം, ആ ദുർമോഹത്തിന് പറ്റിയ സാഹചര്യം വന്നപ്പോൾ, അനുകൂലമായ മണ്ണ് വന്നപ്പോൾ അത് എന്തായി? പാപമായിട്ട് രൂപം കൊണ്ടു. അതുകൊണ്ട് വചനം പറയുന്നേ, ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്ന സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണം. എത്രയോ പ്രാവശ്യം ഇയാൾ താറി നിന്നുകൊണ്ട് അച്ഛൻ പറഞ്ഞു, നമ്മുടെ ഹൃദയത്തിൽ എത്ര വിശുദ്ധിയുണ്ടോ ആ വിശുദ്ധി നമ്മുടെ ശരീരത്തിലേക്ക് വ്യാപരിക്കും, ആ ശരീരത്തിൽ അന്തരീക്ഷത്തിലേക്ക് വ്യാപരിക്കും. വിശുദ്ധിയുള്ള വ്യക്തി തൊട്ടത് മുഴുവൻ വിശുദ്ധമായിട്ട് തീരും, തിരുശേഷിപ്പായിട്ട് മാറും. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ അശുദ്ധിയാണ്, ഈ ദുർമോഹമാണ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ള എങ്കിൽ എന്താ സംഭവിക്കുക? ഈ അശുദ്ധി ശരീരത്തിലേക്ക് വ്യാപരിക്കും. എൻ്റെ ശരീരം മുഴുവൻ അശുദ്ധി കൊണ്ട് നിറഞ്ഞു. കാരണം എന്താ? എൻ്റെ ഹൃദയത്തിൽ അശുദ്ധിയാ. വീണ്ടും ഈ അശുദ്ധി ശരീരത്തിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് വ്യാപരിക്കും. ഞാൻ ഏത് സ്ഥലത്ത് ചെല്ലുന്നോ, ഏത് സാഹചര്യം ചെല്ലുന്നോ, അവിടെ എല്ലാ പ്രശ്നങ്ങളാ, പ്രതിസന്ധികളാ, അവിടെയൊക്കെ പ്രോബ്ലംസാ. എന്നാ പ്രിയപ്പെട്ടവരെ, വചനം നമ്മെ ഓർമ്മിപ്പിക്കുക, ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ബോധ്യം ഉണ്ടാവണം, ഞാൻ അവരിവരെ ഒന്നും പഴിചാരണ്ട. ഞാൻ ഈ പാപം ചെയ്യാൻ കാരണം എന്താ? ആ പാപത്തിന്റെ ദുരാത്മാവ്, ആ ദുർമോഹം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. ഒരു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്നുണ്ട് ദുശ്ചിന്ത. എന്തുകൊണ്ടാ? അത് പുറമേ നിന്നല്ല, എൻ്റെ ഹൃദയത്തിലുള്ളത് കൊണ്ടാ. മോഷണം, അതിന് പുറമെയുള്ള വ്യക്തിയെ ഞാൻ പഴിചാരിയിട്ട് കാര്യമില്ല. കൊലപാതകം, വ്യഭിചാരം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, എന്ത് പാപമായിക്കൊള്ളട്ടെ, ഇതിന്റെയൊക്കെ അടിസ്ഥാന കാരണം എന്താണെന്നറിയോ? അവരിവരെ ഒന്നും നമ്മൾ പഴിചാരരുത്. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ, എൻ്റെ ഹൃദയത്തിൽ ഈ ദുർമോഹം രൂപം കൊണ്ടിട്ടാണ് ഈ പാപം ഞാൻ ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഏത് പാപം ചെയ്യുന്നോ അതിന് കാരണക്കാരൻ ഞാൻ തന്നെയാണ്. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ദുർമോഹ, ഈ ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ അത് മരണത്തെ ജനിപ്പിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുക. എന്നാൽ പ്രിയപ്പെട്ടവരെ, എല്ലാ പാപങ്ങളുടെ അടിസ്ഥാന കാരണം എന്താ? വചനം കാണാൻ സാധിക്കും. യോഹന്നാൻ ശ്രീ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 16-15 തിരുവചനങ്ങൾ ശ്രമിച്ചു. എല്ലാ പാപത്തിന്റെയും അടിസ്ഥാന കാരണം അല്ലെ എന്തെന്ന് പറയട്ടെ, തായ്വേര് എന്ന് പറയുന്നതാണ് ഈ 1 യോഹന്നാൻ പുസ്തകം 2-ാം അധ്യായം 15-16 തിരുവചനങ്ങൾ കാണുന്നത്. എന്തെന്നാൽ ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല, പ്രത്യുത ലോകത്തിൻ്റെതാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ പാപത്തിന്റെ തായ്വേര്, പാപമരത്തിന്റെ കൊമ്പുകളൊക്കെ നമ്മൾ വെട്ടുന്നുണ്ട്. നമ്മൾ പോയി കുമ്പസാരിക്കുന്നുണ്ട്. ഞാൻ അഹങ്കരിച്ചിട്ടുണ്ട്, എനിക്ക് ധനമോഹമുണ്ട്,
അതുപോലെ എനിക്ക് അസൂയയുണ്ട്, എനിക്ക് കോപമുണ്ട്, എനിക്ക് 5 പ്രാവശ്യം അസൂയപ്പെട്ടിട്ടുണ്ട്, എനിക്ക് മടിയുണ്ട്. നമ്മൾ ഓരോ പാപങ്ങളും പോയി കുമ്പസാരിക്കുന്നുണ്ട്. എന്നാൽ ഈ അഹങ്കാരത്തിലേക്ക് നിന്നെ നയിച്ച ഈ പാപത്തിന്റെ ദുരാത്മാവ് എന്താ? തായ്വേരെന്താ? ഈ ദ്രവ്യാഹ്രത്തിലേക്ക് നിന്നെ നയിച്ച പാപത്തിന്റെ തായ്വേരെന്താ? മോഹത്തിലേക്കും കൊതിയിലേക്കും അസൂയയിലേക്കും മടിയിലേക്കും നിന്നെ നയിച്ച ഈ പാപത്തിന്റെ ദുരാത്മാവ് അല്ലെങ്കിൽ തായ്വേരെന്താ? അതിനെ പിഴുതു ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ വിശുദ്ധി വന്ന് നിറയുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും എല്ലാ പാപത്തിന്റെ അടിസ്ഥാനം തായ്വേര് എന്ന് പറയുന്ന 3 കാര്യങ്ങളാണ്. നമ്മൾ കേട്ടോ, ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത. ഇതിൽ നിന്നാണ് നമ്മൾ ഇന്നോളം ചെയ്തു കൂട്ടിയിരിക്കുന്ന എല്ലാ പാപങ്ങളും കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, എല്ലാ പാപത്തിന്റെയും അടിസ്ഥാനം കിടക്കുകയാണ് ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത. ഇതിൽ നിന്നാണ് ഇന്നോളം നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ പാപങ്ങളും കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഏതൊക്കെയാണ് എല്ലാ പാപത്തിന്റെയും തായ്വേര്, അടിസ്ഥാന കാരണം? 3 കാരണങ്ങളെന്ന് പറഞ്ഞേ. ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത. ഹല്ലേലൂയ, ജഡത്തിന്റെ ദുരാശ. നമ്മൾ നോക്കിക്കോ, ഈ ജഡത്തിന്റെ ദുരാശയിൽ നിന്നാണ് അലസത രൂപം കൊണ്ടിരിക്കുന്നത്. ജോലിയൊന്നും ചെയ്യേണ്ട, മറ്റുള്ളവരെ അധ്വാനിക്കുന്നു, അധ്വാനത്തിൽ ജീവിക്കാനുള്ള പ്രേരണ. ഈ ജഡത്തിന്റെ ദുരാശയിൽ നിന്ന നമ്മുടെ നമ്മുടെ കൊതി ഉണ്ടായിരിക്കുന്നത്. കൊതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണത്തുള്ള അമിതമായ ആർത്തി. ഇതുപോലെ ഈ ജഡത്തിന്റെ ദുരാശയിൽ നിന്ന നമ്മുടെ ഈ ജഡത്തിന്റെ പാപങ്ങൾ, മോഹം നമ്മിൽ രൂപം കൊണ്ടിരിക്കുന്ന ജഡിക പാപങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈ ജഡത്തിന്റെ ദുരാശയിൽ നിന്നാണ്. വീണ്ടും കണ്ണുകളുടെ ദുരാശ. കണ്ണുകളുടെ ദുരാശ എന്ന് പറയുമ്പോൾ ദ്രവ്യാഗ്രഹം, ധനത്തോടുള്ള ആർത്തി. 3, ജീവിതത്തിന്റെ അഹന്ത. ഈ ജീവിതത്തിന്റെ അഹന്തയാണ് മക്കളെ നമ്മുടെ അഹങ്കാരത്തിന് കാരണം. എന്താ? ജീവിതത്തിന്റെ അഹന്ത. ആ തായ്വേരിൽ നിന്നാ. നിന്റെ കോപം, അതിന് കാരണം എന്താ? ജീവിതത്തിന്റെ അഹന്ത. ആ തായ്വേരിൽ നിന്നാ. അസൂയ, ഈ അസൂയപ്പെടുന്നു മറ്റുള്ളവരുടെ വളർച്ച നിനക്കുണ്ടാവുന്ന അസ്വസ്ഥത. ഇതിന്റെ കാരണം എന്താ? നിന്റെ ഉള്ളിൽ ഈ ജീവിതത്തിന്റെ അഹന്ത കുടികൊള്ളുന്നുകൊണ്ടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഇതിന്റെ മേൽ വിജയം വരിക്കാൻ സാധിക്കുക? നമുക്ക് വചനം എടുക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് വചനം തരികയാണ്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള തിരുവചനം കാണാൻ സാധിക്കും. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് ശ്രവിക്കാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പാപത്തിന്റെ വേര് കിടക്കുന്ന നമ്മുടെ ഹൃദയത്തിലാണ് എന്ന് വീണ്ടും മർക്കോസ് സുവിശേഷകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അവൻ തുടർന്നു, ഒരുവന്റെ ഉള്ളിൽ നിന്നും പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. ഒരുവന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. ഉള്ളിൽ നിന്ന്, പുറമേ നല്ല, ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. എന്നിട്ട് വചനം തുടർന്ന്, എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത. കണ്ടോ പ്രിയവിടെ, ദുശ്ചിന്ത. എന്റെ ഹൃദയത്തിൽ ഞാൻ ഈ പാപങ്ങളൊക്കെ ചെയ്യാൻ കാരണം എന്റെ ഹൃദയത്തിൽ ഈ പാപമരത്തിന്റെ വേരുണ്ട്. എന്റെ ഹൃദയത്തിലാണ് ഈ ദുശ്ചിന്ത കടന്നു വരുന്നത്. തുടർന്ന്, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദ്രവ്യാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. കണ്ടോ പ്രിയപ്പെട്ടവരെ, പാപമരത്തിന്റെ വേര് നട്ടിരിക്കുന്ന മണ്ണ് നമ്മുടെ ഹൃദയ. തുടർന്ന്, ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു, അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. എല്ലാ പാപത്തിന്റെയും പാപമരത്തിന്റെ വേര് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ആ നമ്മുടെ ഹൃദയത്തിൽ നിന്നാ വരുന്നത്. ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത, ഞാൻ ഇന്നോളം ചെയ്തു കൂട്ടിയ പാപത്തിന്റെ അടിസ്ഥാന കാരണം ഇതെന്റെ ഹൃദയത്തിൽ നിന്ന് എനിക്ക് പിഴുതു കളയാൻ സാധിക്കണം. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇതൊരുപക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ആയിരിക്കാം. ഈ ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്തിയൊക്കെ നമ്മിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നമ്മൾ കേട്ടതിലൂടെ, കണ്ടതിലൂടെയൊക്കെ, പഠിച്ചതിലൂടെയൊക്കെ ഈ പാപം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുക.
ഒരു പക്ഷെ നമ്മുടെ ഹെറിഡിറ്ററി ആയിരിക്കാം, നമ്മുടെ പാരമ്പര്യത്തിലൂടെ മാതാപിതാക്കളുടെ കടന്നു വന്നിരിക്കുന്ന ചില പാപത്തിന്റെ അവസ്ഥയുണ്ട്. 3, നമ്മുടെ എൻവയർമെന്റ്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ പാപത്തിന്റെ സാഹചര്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഇതിന് മേൽ വിജയം വരിക്കാൻ സാധിക്കുക? നമുക്കിതിന്റെ മേൽ വിജയം വരിക്കണം. എങ്ങനെയാണ് നമുക്ക് സാധിക്കുക? 2 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലോർത്ത് വെക്കുക. 1, യേശുവിന്റെ തിരുരക്തം. 2, യേശുവിന്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട, യേശുവിന്റെ തിരുരക്തവും യേശുവിന്റെ വചനത്തിലൂടെയാണ് നമ്മുടെ ഹൃദയത്തിൽ ഏതൊക്കെ പാപമരങ്ങളുണ്ടോ ആ പാപമരത്തിന്റെ വേരുകൾ മുഴുവൻ പിഴുതുകളയാൻ സാധിക്കുക. വചനം നമുക്ക് ശ്രവിക്കാം. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം തിരുവചനം. അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഇന്നേ ദിവസം ഈ ആരാധന സമയത്ത് പ്രാർത്ഥിക്കണം, ഈശോയെ, യേശുവിന്റെ തിരുരക്തം എല്ലാ പാപങ്ങളും നമ്മെ ശുദ്ധീകരിക്കുന്നു. എന്റെ കണ്ണുകളെ തിരുരക്തത്താൽ കഴുകണമേ, എന്റെ കാതുകളെ തിരുരക്തത്താൽ കഴുകണമേ, എന്റെ ബുദ്ധിയെ തിരുരക്തത്താൽ കഴുകണമേ, എന്റെ പഞ്ചേന്ദ്രിയങ്ങളെ തിരുരക്തത്താൽ കഴുകണമേ. വചനം നമ്മെ ഓർമ്മിപ്പിക്കുക, യേശുവിന്റെ രക്തം നമ്മെ എല്ലാ പാപങ്ങളിൽ നിന്നും അവിടുന്ന് മോചിപ്പിക്കുന്നു. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് പറഞ്ഞു തരിക, നമുക്ക് എങ്ങനെയാ ഈ പാപത്തിന്റെ മേഖല നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഈ പാപമരത്തിന്റെ വേരുകൾ പിടിതുകളയാൻ സാധിക്കുക? യേശുവിന്റെ വചനം നമ്മൾ കാണുക. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാം തിരുവചനം പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം പ്രിയപ്പെട്ടവരെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് നമ്മുടെ ഒക്കെ ജീവിതങ്ങളിൽ ചില പാപമരത്തിന്റെ വേരുകളുണ്ട്. നമ്മളൊക്കെ ഒരുപാട് കുമ്പസാരിച്ചു, എന്നാൽ കുമ്പസാരിച്ചിട്ടും പാപമരത്തിന്റെ കൊമ്പുകൾ മാത്രമേ നമ്മൾ വെട്ടിക്കളയുന്നുള്ളൂ. നമ്മൾ പോയി കുമ്പസാരിക്കുന്നുണ്ട്, ഞാൻ അഹങ്കരിച്ചിട്ടുണ്ട്, എനിക്ക് മോഹമുണ്ട്, കോപമുണ്ട്, കൊതിയുണ്ട്, അസൂയുണ്ട്, മടിയുണ്ട്, പലതും നമ്മൾ ഏറ്റുപറയുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതിന്റെ അടിസ്ഥാന കാരണം, ഈ പാപത്തിലേക്ക് എന്നെ നയിച്ച കാരണം എന്താ? ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവത്തിന്റെ അഹന്ത. ഈ പാപമരത്തിന്റെ വേരുകൾ എന്റെ ഹൃദയത്തിൽ നിന്ന് പിഴുതു കളഞ്ഞില്ലെങ്കിൽ, ഒരു മരം, ആൽമരം ഈ ബിൽഡിങ്ങിൽ കയറുമ്പോൾ ആ ആൽമരത്തിന് വേര് പിഴുതു കളഞ്ഞില്ലെങ്കിൽ, അത് അനുകൂലമായ സാഹചര്യം വരുമ്പോൾ വീണ്ടും തടസ്സം വളരും. ആ ബിൽഡിങ്ങിനെ ശക്തി കെടുത്തി കളയും, ആ ബിൽഡിങ്ങിനെ നശിപ്പിക്കും. എങ്കിൽ ആത്മീയ ജീവിതത്തെ നമുക്ക് പറഞ്ഞു തരിക, പാപമരത്തിന്റെ വേരുകൾ നിന്റെ ഹൃദയത്തിലുണ്ട്. ആ വേരുകൾ നീ പിഴുത് കളഞ്ഞില്ലെങ്കിൽ നിന്നെ നശിപ്പിക്കും, നിന്റെ ജീവിതം നശിപ്പിക്കും. എങ്ങനെ അതിന്റെ മേൽ വിജയം ഭരിക്കാൻ സാധിക്കുക? എത്ര കുമ്പസാരിച്ചിട്ടും ചില പാപങ്ങൾ വിട്ടുപോകുന്നില്ല, ചില തഴക്കദോഷങ്ങൾ എന്നെ വിട്ടുപോകുന്നില്ല. മക്കളെ, യേശുവിന്റെ തിരുരക്തം നമുക്ക് എല്ലാ പാപങ്ങളും വിടുതൽ തരും. യേശുവിന്റെ വചനം നമുക്ക് എല്ലാ പാപങ്ങളും വിടുതൽ തരും. ഇന്നൊരു വലിയൊരു വിടുതലും വിശുദ്ധീകരണവും നമ്മെ സംഭവിക്കുന്ന സമയമാ. 2 കരങ്ങളെ കർത്താവിന്റെ സന്നിധിക്ക് ഉയർത്തുക മക്കളെ. അധരം തുറന്ന് ഹൃദയം തുറന്ന് വിളിച്ചു പ്രാർത്ഥിച്ചു. അധരം തുറന്ന് ഹൃദയം തുറന്ന് വിളിച്ചു പ്രാർത്ഥിച്ചു. യേശുവേ, യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചു. നിങ്ങളിടയിൽ വിഷഫലം കായ്ക്കുന്ന മരത്തിന്റെ വേരുകളുണ്ട്, അത് മുഴുവൻ പിഴുതു കളയുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. യേശുവിന്റെ തിരുരക്തം നിന്റെ ശിരസ്സുന്ന ഉള്ളക്കാൽ വരെ ഒഴുകട്ടെ. അനുതാപ ഹൃദയം കൊടുക്കണമേ. നല്ല കുമ്പസാരത്തിന് വേണ്ടി ചിരത്തെ അവിടെ ഒരുക്കണമേ. യേശുവിന്റെ നാമത്തിന് ശക്തിയാൽ ഈ മക്കളെ ബന്ധിച്ച് കെട്ടിയിട്ടിരിക്കുന്ന, ഹൃദയങ്ങളെ ബന്ധിച്ച് കെട്ടിയിട്ടിരിക്കുന്ന പാപമരത്തിന്റെ വേരുകൾ യേശുവിന്റെ തിരുരക്തത്താൽ ഈ സമയം തന്നെ പിഴുതു കളയണമേ. 2 കരങ്ങൾ ഉയർത്താൻ മക്കളെ. ഒരുപാട് ജീവിതങ്ങളുടെ മേൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കാത്തതിന് കാരണം ഈ പാപമരത്തിന്റെ വേരുകൾ കാരണമാണ്. വിളിച്ചു വിളിച്ചുടരട്ടെ യേശുവേ.